വയനാട് ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിമട്ടം മുതൽ താഴേക്ക് മുണ്ടക്കൈയും ചൂരൽമലയും മേപ്പാടി പഞ്ചായത്തിലെ ഭാഗങ്ങളിലും പരിശോധന ഇന്നും തുടരും. സുജിപ്പാറ വെള്ളച്ചാട്ടം മുതൽ പോത്തുകല്ല് നിലമ്പൂർ വരെ ചാലിയാറിലും സൂക്ഷ്മ പരിശോധന നടത്തും. ദുരന്തത്തിൽ കാണാതായത് 152 ആളുകളെയാണ്. 44 മൃതദേഹങ്ങളും 176 ശരീരഭാഗങ്ങളും ഇതുവരെ സംസ്കരിച്ചു. വിവരങ്ങളുമായി സോണൽ കൃഷ്ണ ചേരുകയാണ്. സോണൽ, 9ാം ദിവസവും തെരച്ചിൽ ആരംഭിക്കാനിരിക്കെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഇന്ന് സൂക്ഷ്മ പരിശോധന നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്? KP പ്രധാനമായി സൂക്ഷ്മ പരിശോധന നടത്തുന്നത് സൂചിപ്പാറ മുതൽ പോത്തുകല്ല് ഭാഗവും അതുപോലെ തന്നെ ചാലിയാറിലുമാണ് എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഈ സൂചിപ്പാറയിൽ നിന്ന് പോത്തുകല്ലിലേക്ക് പോകുന്ന ഭാഗമാണ് തീർച്ചയായിട്ടും കൂടുതൽ പരിശോധിക്കേണ്ടത്. ഈ ഭാഗങ്ങളിൽ മൃതദേഹങ്ങൾ കണ്ടെത്താൻ സാധ്യതയുണ്ട് എന്ന് ഈ സേന ഉൾപ്പെടെ പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ റഡാർ ഉപയോഗിച്ചിട്ടുള്ള പരിശോധന ഉൾപ്പെടെ ആ പ്രദേശത്ത് നടത്തും. അതുപോലെ തന്നെ ഹെലികോപ്റ്ററിൽ ഭ്രാന്ത് ചുറ്റിക്കൊണ്ടായിരിക്കും ഈ ചാലിയാറിൻ്റെ കൈവഴികളിലൂടെ പരിശോധന നടത്തുക. അതല്ലാതെ ഫോറസ്റ്റുകൾക്കുള്ളിൽ കയറി പരിശോധന നടത്താനുള്ള സംവിധാനം കൂടി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇന്നലെ പറഞ്ഞിട്ടുള്ളത്. ഏകദേശം 152 പേരെയാണ് കാണാതായിരിക്കുന്നത് എന്നാണ് ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ്. അത് മന്ത്രി തന്നെ ഇന്നലെ വ്യക്തമാക്കിയതാണ്. ഈ 152 പേരുടെ പൂർണ്ണ വിലാസവും ഫോട്ടോയും ഉൾപ്പെടെ ഇതിനോടകം തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, പുറത്തുവിട്ടിട്ടുണ്ട്. ഇവരെ അന്വേഷിക്കുന്നതിൽ സ്പെഷ്യൽ ബ്രാഞ്ചിനെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഇതിനോടകം തന്നെ മന്ത്രി ഉൾപ്പെടെ ഇന്നലെ പറഞ്ഞതാണ്. എന്തായാലും ഇവർക്കായുള്ള ഒരു പരിശോധനയാണ് ഇനി നടത്തുക. പക്ഷേ ഇതിലൊന്നും തന്നെ പെടാത്ത ഒരുപാട് പേരുണ്ട് എന്നുള്ളതാണ് ഈ ദുരന്തം അനുഭവിച്ച അല്ലെങ്കിൽ ദുരന്തത്തിൽ ഇരയായ ആളുകൾ പറയുന്നത്. പല കുടുംബങ്ങളും പാടയെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരാൾ പോലും രക്ഷപ്പെടാതെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരുടെ മൃതദേഹങ്ങളൊന്നും തിരിച്ചു കിട്ടിയിട്ടില്ല. നിലവിൽ ഈ കണക്കുകൾ ഈ ക്യാമ്പിലുള്ളവരുടെ ഭാഗത്ത് നിന്ന് ശേഖരിച്ചതും പരാതികളുടെ അടിസ്ഥാനത്തിൽ ശേഖരിച്ചതുമാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അതനുസരിച്ച് കൃത്യമായ പരിശോധന നടത്തുന്നുണ്ട്. പുഞ്ചിരിമട്ടം മുതൽ താഴേക്ക് മുണ്ടക്കൈ വരെയുള്ള ഭാഗത്ത് റഡാർ പരിശോധന കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിരുന്നു. JCB ഉപയോഗിച്ച് ആ പ്രദേശങ്ങളിൽ, വീടുണ്ടായിരുന്ന പ്രദേശങ്ങളിൽ കൃത്യമായി മണ്ണ് മാറ്റി കല്ല് മാറ്റി അവിടെ റഡാർ പരിശോധന നടത്തി. ഓരോ ഫോഴ്സും തങ്ങളാൽ കഴിയുന്ന പരിശോധന തുടർച്ചയായി നടത്തുന്നുണ്ട്. മുണ്ടക്കൈ മുതൽ ചൂരൽമല വരെയുള്ള പ്രദേശത്താണ് ഇന്നലെ പ്രധാനമായും തിരച്ചിൽ കേന്ദ്രീകരിച്ചിരുന്നത്. ഇതിൽ ഇന്നലെ സൈനിക ഉദ്യോഗസ്ഥർ നമ്മൾ കണ്ടതാണ്, 16 സ്പോട്ടുകൾ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്രദേശങ്ങളിൽ കുഴിച്ച് പരിശോധന നടത്തുന്നുണ്ട്. അപ്പോഴും ആ മനുഷ്യൻ്റെതല്ലാത്ത പല മൃതദേഹങ്ങളും ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ഈ സ്പോട്ടുകളിൽ ഇന്നും പരിശോധന നടത്തും എന്നുള്ളതാണ്. കാരണം മുഴുവൻ സ്പോട്ടുകളും ഐഡൻറ്റിഫൈ ചെയ്തെങ്കിലും ഇന്നലെ മുഴുവൻ സ്പോട്ടുകളും പരിശോധിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഇന്ന് ബാക്കി സ്പോട്ടുകൾ കൂടി പരിശോധിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ ഉരുൾപൊട്ടി പോകുന്ന വഴിയാണ് നേരെ പോകുന്നത് സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിലേക്കാണ്. അവിടെ നിന്ന് താഴേക്ക് കുതിച്ച് പിന്നെ അത് പോത്തുകൽ വഴി ചാലിയാർ നേരെ ഒഴുകുന്നത് മലപ്പുറം ജില്ലയുടെ നിലമ്പൂർ ഭാഗത്തേക്കാണ്. നമുക്കറിയാം, നിലമ്പൂർ ഭാഗത്ത് നിന്നാണ് കൂടുതൽ മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങളും അതുപോലെ തന്നെ മൃതദേഹങ്ങളും ലഭിച്ചിട്ടുള്ളത്. നമുക്ക് പ്രധാനമായി പറയേണ്ടി വരും. ഒരുപക്ഷെ ഈ മൃതദേഹങ്ങൾ നേരെ ഫറൂഖ് വഴി, അതായത് ചാലിയാർ ഒഴുകുന്നത് കോഴിക്കോട് മലപ്പുറം ജില്ലയിൽ കയറി പിന്നീട് അത് കോഴിക്കോട് എത്തി ഫറൂഖിലൂടെ അങ്ങ് കടലിലേക്ക് ചേരുന്ന ഒരു സ്ഥിതിയുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ കടലിൽ മൃതദേഹം എത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കുമെന്ന് ഇന്നലെ മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനുവേണ്ട നടപടികൾ പുരോഗമിച്ചിരിക്കുന്നു അല്ലെങ്കിൽ പുരോഗമിക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഈ തെരച്ചിൽ നടത്തുമ്പോഴും കുറേ ആൾക്കാരെ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും കാണാമറയത്ത് നിരവധി പേരുണ്ട് എന്ന് തന്നെയാണ് പ്രദേശവാസികളടക്കം സൂചിപ്പിക്കുന്നതില്ലേ. കാരണം ഇവിടെ പറഞ്ഞതുപോലെ തന്നെ വലിയ പാറക്കെട്ടുകൾ, കെട്ടിടങ്ങൾ, അവയ്ക്കടിയിലേക്ക് ശരീരങ്ങൾ അകപ്പെട്ടിട്ടുണ്ടാവും. ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഒഴുക്കിൽ ഈ ചാലിയാറിലും ഒക്കെയും ഈ പുഴയോരങ്ങളിലും മറ്റും ഈ പുഴയോരങ്ങളിലെ കുറ്റിക്കാടുകളിലൊക്കെയും ഒരുപക്ഷെ തങ്ങി നിൽക്കുന്ന ഒരവസ്ഥയിലേക്കുണ്ടാകും. ദിവസങ്ങൾ കഴിയുന്തോറും ഇത് അഴുകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. അത്തരത്തിലുള്ള ഒരു സാധ്യതകൾ കൂടി തേടി അതിസൂക്ഷ്മമായ പ്രത്യേക പരിശീലനം സിദ്ധിച്ച പ്രത്യേക സംഘങ്ങളായി തിരിച്ചുള്ള പരിശോധന അത് തന്നെയാണ് ഇന്നും തുടരുക, അല്ലേ? തീർച്ചയായും KP ഇന്നേക്ക് നമുക്കറിയാം 9 ദിവസത്തിലേക്ക് കടക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ മൃതദേഹങ്ങൾ, ഇന്നലെ കണ്ടെടുത്ത മൃതദേഹങ്ങൾ ഉൾപ്പെടെ പുഴുവരിച്ച നിലയിലായിരുന്നു എന്ന് ഇത് കണ്ടെടുത്ത സൈനിക ഉദ്യോഗസ്ഥരും മറ്റ് ഫോഴ്സും നമ്മളോട് പറഞ്ഞതാണ്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ വികൃതമായ രൂപത്തിലാണ് പല മൃതദേഹ അവശിഷ്ടങ്ങളും നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി തിരിച്ചറിയാൻ കഴിയാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. അതിന് വേണ്ടിയിട്ട് DNA ടെസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേന്ദ്രീകരിച്ച് മറ്റൊരു തലത്തിലേക്ക് പരിശോധന പോകുന്നുണ്ട്. അതായത് ക്യാമ്പുകളിലുള്ള
ക്യാമ്പിലുള്ള മുഴുവൻ ആളുകളുടെയും DNA പരിശോധിക്കുന്നുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ ഈ നമുക്ക് ലഭിക്കുന്ന ശരീരഭാഗങ്ങളുടെയോ അല്ലെങ്കിൽ മൃതദേഹങ്ങളുടെയോ DNA-യുമായി മാച്ച് ആകുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അവർ ഇത് തന്നെയാണ് തങ്ങളുടെ ബന്ധുക്കളെന്ന് സ്ഥിരീകരിക്കുന്ന രീതിയിലേക്കാണ് ഇനി കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ അതിനാരും മടിച്ചു നിൽക്കേണ്ടതില്ല എന്നുള്ള കാര്യമാണ് ഇന്നലെ മന്ത്രി സൂചിപ്പിച്ചത്. പലരും ഈ DNA-ക്ക് ബ്ലഡ് സാമ്പിൾ ശേഖരിക്കുന്ന സമയത്ത് അതിന് തയ്യാറാകാതെ വരുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അത് പാടെ മാറ്റി നിർത്തണം. ക്യാമ്പിലുള്ളവരെല്ലാവരും അതിന് തയ്യാറാവണം. കാരണം ഏതെങ്കിലും ഒരു പക്ഷേ ഈ ലഭിച്ചിരിക്കുന്ന മൃതദേഹങ്ങളോ ശരീരഭാഗങ്ങളോ ഒരുപക്ഷെ തങ്ങളുടെ ബന്ധുക്കളുടേതാണെങ്കിൽ അത് കൃത്യമായ ചടങ്ങുകളോടുകൂടി അത് സംസ്കരിക്കാൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും നടത്തും എന്ന് തന്നെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം 176 മൃതദേഹാവശിഷ്ടങ്ങളാണ് ഇന്നലെ വരെ സംസ്കരിച്ചിട്ടുള്ളത്. 44 മൃതദേഹങ്ങളും സംസ്കരിച്ചു. ഈ സംസ്കരിച്ച ഭൂമിക്കും ഒരു പ്രത്യേകതയുണ്ട്. പുത്തുമല ദുരന്തം നടന്ന അല്ലെങ്കിൽ പുത്തുമല ഉരുൾപൊട്ടലുണ്ടായ ആ വഴിയുടെ അരികിൽ തന്നെയാണ് ഇപ്പോൾ ഈ ചൂരൽമലയും മുണ്ടക്കയും ഉരുൾപൊട്ടിയ ആളുകളെ കൂടി, അതായത് തിരിച്ചറിയാൻ കഴിയാത്ത ആളുകളെ കൂടി സംസ്കരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഹൃദയം നുറുങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കാരണം ഒരുപാട് പേര്, 1000-ഓളം പേര് ആ പ്രദേശത്ത് കൂടിയിരുന്നു. കൃത്യമായിട്ട് യുവാക്കൾ ഉൾപ്പെടെ ഈ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തിരുന്നു. കൃത്യമായൊരു വ്യവസ്ഥയിലൂടെ സർവ്വമത പ്രാർത്ഥനയോടുകൂടി എല്ലാ ആദരവും നൽകിക്കൊണ്ട് കൃത്യമായി അവരെ സംസ്കരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെയാണ് ഇനിയുള്ള മുന്നോട്ടുള്ള കാര്യങ്ങൾ. അതായത് ഇന്നോ അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം കഴിഞ്ഞോ ലഭിക്കുന്ന മൃതദേഹാവശിഷ്ടങ്ങൾ അന്ന് തന്നെ സംസ്കരിക്കാൻ വേണ്ട നടപടികളെല്ലാം തന്നെ സ്വീകരിക്കും എന്നുള്ളതാണ് ജില്ലാ കളക്ടറും റവന്യൂ മന്ത്രി ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം. അതിനുവേണ്ട സംവിധാനങ്ങളൊക്കെ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് ഇതിൽ പ്രധാനമായി പറയേണ്ടത്, ഇവരുടെ രേഖകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതായത് ക്യാമ്പുകളിലും മറ്റും കഴിയുന്നവരുടെ വീട് പൂർണ്ണമായി നശിക്കുന്നുണ്ട്. വീടിരുന്ന സ്ഥലത്ത് ഇപ്പോൾ വലിയ പാറക്കല്ലുകളും മണ്ണുകളും മാത്രമാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ രേഖകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് തിരിച്ചു കിട്ടാൻ എന്ത് ചെയ്യണമെന്നൊരു ആശങ്ക ക്യാമ്പിലെ ആളുകൾക്കുണ്ടായിരുന്നു. പക്ഷേ അതിനുവേണ്ടി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ആ രേഖകൾ തിരിച്ചു നൽകാൻ വേണ്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ക്യാമ്പിൽ നിന്നവർ പുറത്തിറങ്ങുന്നതിന് മുമ്പ് അതിനുവേണ്ട എല്ലാ സംവിധാനങ്ങളും സജ്ജമാക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ മൊബൈൽ ഫോൺ കോൺടാക്റ്റ്, അതായത് സിം ഉൾപ്പെടെയുള്ളവ പഴയ നമ്പറിൽ തന്നെ അവർക്ക് അത് സജ്ജീകരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതിന് ഈ മൊബൈൽ സിമ്മിൻ്റെ കമ്പനികളെല്ലാം തന്നെ തയ്യാറായിട്ടുണ്ട് എന്നുള്ളതും മന്ത്രി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന് പ്രധാനമായി ഇതിനോട് കൂട്ടിച്ചേർക്കേണ്ടത് പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അത് നിലവിൽ നമുക്കറിയാം, ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി മാധ്യമങ്ങളെ കണ്ട സമയത്ത് പ്രതികരിച്ചതാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസം ഒരു തരത്തിലും മുടങ്ങാൻ പാടില്ല. നിലവിലുള്ള മേപ്പാടിയിലെ ക്യാമ്പ്, അത് മേപ്പാടി സ്കൂളിലാണ്, ഹയർ സെക്കൻഡറി സ്കൂളിലും ഹൈസ്കൂളിലുമാണ്. അവിടെ കൃത്യമായിട്ട് പഠനം ആരംഭിക്കണം. അതിനുവേണ്ട സംവിധാനങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യണം എന്ന് ആവശ്യപ്പെടുന്ന ഘട്ടമുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ നിലവിൽ സർക്കാർ സംവിധാനങ്ങൾക്ക് കീഴിലുള്ള ഒഴിഞ്ഞു കിടക്കുന്ന കെട്ടിടങ്ങളും മറ്റ് ബിൽഡിങ്ങുകളും ഇവർക്ക് താമസയോഗ്യമാക്കിക്കൊണ്ട് അവിടേക്ക് ഇവരെ മാറ്റിപ്പാർപ്പിച്ച് കൃത്യമായി ഒരു സംവിധാനം ഒരുക്കാൻ വേണ്ടിയാണ് താൽക്കാലിക രീതിയിൽ ഇവർ തയ്യാറാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്കൂളുകളിൽ പഠനം പുനരാരംഭിക്കാൻ വേണ്ട സംവിധാനം ചെയ്യുന്നു. സ്കൂളുകളിലേക്ക് കുട്ടികൾക്ക് എത്താൻ വേണ്ടിയിട്ട് മേപ്പാടിയിലാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഈ പ്രദേശത്ത്, ചൂരൽമല പ്രദേശത്തുള്ളവർക്ക് എത്താൻ വേണ്ടി ഫ്രീ KSRTC സർവീസ് ഉൾപ്പെടെ നടത്തുമെന്നാണ് മന്ത്രി പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട തിരച്ചിൽ ഇന്നും തുടരും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ടത്. KP സോണിൽ, അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിടയ്ക്ക് നമുക്കറിയാം പുത്തുമലയിൽ നിരവധി മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളുമാണ് സംസ്കരിച്ചത്. അതിൽ പലതും തിരിച്ചറിയാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ പൊതിഞ്ഞു കെട്ടി സർവ്വമത പ്രാർത്ഥനയോടെ, ആചാരങ്ങളോടെ അല്ലെങ്കിൽ ആ ഒരു വിശ്വാസത്തോടെ സംസ്കരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസവും ഇന്നലെ വൈകിട്ടോടെയും ഒക്കെയും ഇത്തരത്തിലുള്ള സംസ്കാര ചടങ്ങുകളാണ് നടന്നത്. ഇപ്പോഴും സോണൽ പറഞ്ഞതുപോലെ തന്നെ പുഴുവരിച്ച നിലയിലാണ് പല അവശിഷ്ടങ്ങളും കണ്ടെത്തുന്നത്. അത് ആശുപത്രികളിൽ എത്തിച്ച് അല്ലെങ്കിൽ DNA പരിശോധനയ്ക്ക് വിധേയമാക്കി പെട്ടെന്ന് തന്നെ ആംബുലൻസുകളിൽ ഈ പുത്തുമലയിലേക്ക് എത്തിക്കുക, ആ സംസ്കാരം നടക്കുന്ന ചടങ്ങുകളിലേക്ക് എത്തുക, അത്തരത്തിലുള്ള ഒരു തിരക്കിട്ട നീക്കം തന്നെയാണ് നടക്കുന്നത്. ഒപ്പം ഓരോ ദിവസം കഴിയുന്തോറും ഈ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തുക ദുഷ്കരമാണ്. അത് മണ്ണിലേക്ക് അലിയാനുള്ള ഒരു സാധ്യതയുണ്ട്. DNA ടെസ്റ്റ് അടക്കം പിന്നീട് ബുദ്ധിമുട്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. അഴുകി ജീർണിച്ച കൂടുതൽ അവസ്ഥയിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ബാക്കി കണ്ടെത്താനുള്ള മൃതദേഹങ്ങളൊക്കെയും അവശിഷ്ടങ്ങളൊക്കെയും കണ്ടെത്തുക, അത് അതിവേഗത്തിൽ തന്നെ സംസ്കാര ചടങ്ങ് നടത്തുക, അത്തരത്തിലുള്ളൊരു ദൗത്യം തന്നെയാണ് സംഘം ഏറ്റെടുത്തിരിക്കുന്നത്, അല്ലേ?
തീർച്ചയായിട്ടും ഇന്നത്തെ തെരച്ചിലിനെ സംബന്ധിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ വിദഗ്ധ സംഘങ്ങളായിട്ട് ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട്. ഫയർഫോഴ്സ്, അതുപോലെ തന്നെ ഫോറസ്റ്റ്, മറ്റ് സംഘടന, സൈന്യം ഉൾപ്പെടെയുള്ളവർ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. 24 മണിക്കൂർ എന്നോണം പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് വിദഗ്ധ സംഘങ്ങളിൽ നിന്ന് ഓരോരുത്തരെ സെലക്ട് ചെയ്തുകൊണ്ട് പ്രത്യേക കേന്ദ്രങ്ങളിലേക്ക് അയച്ച് അവിടെ ഒരു സംയുക്തമായിട്ടുള്ള പരിശോധന ഇന്ന് പരീക്ഷിക്കുന്നുണ്ട്. അത്തരത്തിലാണ് ഇന്ന് ആദ്യഘട്ട പരിശോധന മുന്നോട്ട് പുരോഗമിക്കുക. നമുക്കറിയാം, പ്രധാനമായി 6 സോണുകളായി തിരിച്ചാണ് ഈ പരിശോധന മുന്നോട്ട് പോകുന്നത്. അതിൽ ഈ പ്രത്യേക, അതായത് പരിശോധനയിൽ വൈദഗ്ധ്യം നേടിയിട്ടുള്ള പ്രത്യേക ഉദ്യോഗസ്ഥരെ കേന്ദ്രീകരിച്ച് അവരെ പ്രത്യേക ടീമാക്കി മാറ്റി അവരെ കേന്ദ്രീകരിച്ചായിരിക്കും, അല്ലെങ്കിൽ അവരുടെ മേൽനോട്ടത്തിലായിരിക്കും ഇന്നത്തെ പരിശോധനകൾ ഉണ്ടാവുക എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഓരോ സേനയ്ക്കും കൃത്യമായി സ്ഥലങ്ങളും ഇടങ്ങളും കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം, പുഞ്ചിരിമട്ട് മുതൽ മുണ്ടക്കയിൽ എത്തി, അവിടുന്ന് പിന്നീട് ചൂരൽമലയിലേക്ക് എത്തി, പിന്നീട് സൂചിപ്പാറയിലേക്ക്, അവിടെ നിന്ന് പോത്തുംകല്ലിലേക്ക്, അങ്ങനെ തുടർച്ചയായിട്ട് ഓരോ ഘട്ടമായിട്ട് ഓരോ സ്ഥലത്തും കേന്ദ്രീകരിച്ചുള്ള പരിശോധന നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഓരോ സേനയ്ക്കും തങ്ങളുടെ പൂർണ്ണ പ്രവർത്തനം നടത്തണം. അത് കഴിഞ്ഞ് അതായത് ഏത് സേന മികച്ചത് എന്ന് പറയുന്നതിലപ്പുറം എല്ലാവരും തുല്യമായി പ്രവർത്തിക്കുന്നു. എത്രത്തോളം ഇതിലേക്ക് സംയുക്തമായി അല്ലെങ്കിൽ കൃത്യമായ പരിശോധന നടത്താൻ പറ്റുമോ അതുപോലെ തന്നെ എല്ലാ സേനയും പ്രവർത്തിക്കുന്നുണ്ട്. 24 മണിക്കൂറും ഇവരുടെ പ്രവർത്തനം നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അത്തരത്തിൽ ഓരോ കേന്ദ്രം കേന്ദ്രീകരിച്ച്, അതായത് ഈ 6 സോണുകളിൽ പ്രത്യേക കേന്ദ്രങ്ങളാക്കി തിരിച്ചുകൊണ്ട് ഓരോ ടീമുകളാക്കി ഓരോ പ്രദേശത്ത് തിരച്ചിൽ നടത്തുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം വരെ കണ്ടത്. അതിനോട് സമാനമായ രീതിയിൽ തന്നെയാവും ഇന്നും പരിശോധന നടത്തുക. നമുക്കറിയാം, ഈ ചൂരൽമലയിൽ നിന്ന് നേരെ എത്തുന്നത് സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിലേക്കാണ്. ആ സൂചിപ്പാറയിൽ നിന്ന് പിന്നീട് പോത്തുകല്ല് വഴി ആ ചാലിയാർ ഒഴുകുന്നുണ്ട്. ആ പോകുന്ന, അതായത് പുഴയൊഴുകുന്ന കൈവഴികളിലെല്ലാം തന്നെ ഈ മൃതദേഹങ്ങൾ അടിയാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഈ ചാലിയാർ, അതായത് നിലമ്പൂർ വനമേഖലയിലുള്ള വനവാസി ഊരുകളിൽ കൃത്യമായി വന്ന് മൃതദേഹം അടിയുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. പുഴ മുറിച്ചു കടക്കാൻ വേണ്ടി പ്രയാസപ്പെടുന്ന ചില കാഴ്ചകൾ കൂടി നമ്മൾ ഇതിനോടകം തന്നെ പങ്കുവെക്കേണ്ടതും സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഈ വനവാസി സഹോദരന്മാർ ചങ്ങാടം കെട്ടിക്കൊണ്ട് വലിയ ഒഴുക്കിലും ആ പുഴ മുറിച്ചു കടക്കുന്നത്, അത് മൃതദേഹവുമായി പുഴ മുറിച്ചു കടക്കുന്ന കാഴ്ച ഏറ്റവും വേദനാജനകമായിട്ടുള്ളതാണ്. കാരണം ഈ ചങ്ങാടത്തിൽ കയർ കെട്ടിക്കൊണ്ട് 4-5 പേർ നിന്ന് തുഴഞ്ഞ് കുത്തി അത് അപ്പുറത്തേക്ക് എത്താൻ സാധിക്കാതെ വരുമ്പോൾ കയറിട്ട് പുഴയിലിറങ്ങിയ ആളുകൾ നിന്ന് ആ കയറ് വലിച്ച് പിന്നീടാണ് അത് അക്കരയിലേക്ക് അടുപ്പിക്കുന്നത്. ഒരു പാലമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം. ഇതിനു മുമ്പ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ ചെയ്തതാണ്. ആ പ്രദേശത്ത് വനവാസി ഊരുകളിലേക്ക് പാലം ഉണ്ടായിരുന്നതാണ്. പക്ഷേ 2019 പ്രളയത്തിൽ അതെല്ലാം തകരുന്ന സ്ഥിതിയുണ്ടായി. പിന്നീട് അത് പുനർനിർമ്മിക്കാൻ വേണ്ട ഒരു നടപടികളും സർക്കാർ സംവിധാനങ്ങൾ ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അവർ ഇത്തരം ദുരിതം അനുഭവിക്കുന്നതെന്ന് നമുക്ക് പറയേണ്ടി വരും. സർക്കാർ സംവിധാനങ്ങൾ കുറച്ച് പുറകോട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഒരു പക്ഷേ ഇത്തരത്തിൽ സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നെങ്കിൽ ഇന്ന് മൃതദേഹം ഉൾപ്പെടെ ഇക്കരെ എത്തിക്കാൻ വേണ്ടി നമുക്ക് പെട്ടെന്ന് തന്നെ കഴിയാമായിരുന്നു. സൈനിക ഉദ്യോഗസ്ഥർക്കും മറ്റ് സുരക്ഷാ സേനകൾക്കും ഈ ഊരുകളിലെത്തി കൃത്യമായി പുഴയുടെ അരികിലൂടെ സഞ്ചരിച്ച് പരിശോധന നടത്താൻ കഴിയുമായിരുന്നു. ഇത് പക്ഷേ ഈ പ്രദേശങ്ങളിൽ സൺറൈസ് ഏരിയകളിൽ കൃത്യമായിട്ട് തന്നെ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ടുള്ള പരിശോധനയാണ് നടക്കുക. അല്ലാത്ത പക്ഷം ഈ പ്രത്യേക കേന്ദ്രങ്ങൾ, അതായത് പോയിന്റ് ഔട്ട് ചെയ്തിട്ടുള്ള പ്രദേശങ്ങളിൽ കൃത്യമായ റഡാർ സംവിധാനം ഉപയോഗിച്ച് സൈന്യത്തിൻ്റെ പരിശോധനയുണ്ട്. അതിലേതെങ്കിലും തരത്തിൽ സൂചന ലഭിക്കുന്ന സ്ഥലത്ത് കൃത്യമായി മാർക്ക് ചെയ്യും. അവിടെയാണ് പിന്നീട് JCB ഹിറ്റാച്ച് ഉപയോഗിച്ച് പരിശോധന നടത്തുക. അതിനുവേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും സജ്ജമായിട്ടുണ്ടെന്ന് ഏകദേശം നമുക്കറിയാം. ഈ 6:30 കൂടി തന്നെ ഈ പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും 9 മണി വരെയാണ് സംയുക്ത സംഘടനകൾക്കും അതുപോലെ തന്നെ സന്നദ്ധ സേനകൾക്കും അങ്ങോട്ടേക്ക് പ്രവേശനമുള്ളത്. അതിനുശേഷം ആരെയും പ്രവേശിപ്പിക്കില്ല എന്നുള്ള തീരുമാനമെടുക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. അതായത് കൃത്യമായൊരു വ്യവസ്ഥ വെച്ചുകൊണ്ട് ഓരോ കേന്ദ്രങ്ങളാക്കി തിരിച്ച് അവിടെ പരിശോധന നടത്തുക എന്നുള്ളത് തന്നെയാണ് ഇവരെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് തുടർച്ചയായി നടക്കുന്നുണ്ട്. എന്തായാലും ഈ ചൂരൽമലയെ സംബന്ധിച്ച് പറയേണ്ടത് ബേലി പാലത്തിൻ്റെ അപ്പുറവും ഇപ്പുറവും തുടർച്ചയായി പരിശോധന നടക്കുന്നുണ്ട്. ഒരുപാട് മൃതദേഹങ്ങൾ വന്നടിയാൻ സാധ്യത ഉണ്ടായിരുന്ന പ്രദേശമാണിതെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിൽ പക്ഷേ ഇനി മൃതദേഹങ്ങൾ കിട്ടുമോ ലഭിക്കുമോ എന്ന് നമ്മൾ പല ഉദ്യോഗസ്ഥരടുത്തും ചോദിക്കുമ്പോൾ അതിന് സാധ്യത കുറവാണ് എന്നുള്ള കാര്യം മാത്രമാണ് അവർ പറയുന്നത്. എന്തായാലും ഈ കടലിലേക്ക് ഉൾപ്പെടെ മൃതദേഹങ്ങൾ എത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ കൃത്യമായ പരിശോധന നടക്കുന്നുണ്ട്. നിലമ്പൂർ കാടുകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്നുണ്ട്. പോത്തുകൾ പ്രദേശത്ത് പരിശോധന നടത്തുന്നുണ്ട്. സൂചിപ്പാറ വെള്ളച്ചാട്ടമുള്ള പ്രദേശത്ത് പരിശോധന നടത്തുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇനി ആരെങ്കിലും കാടുകളിൽ ഒറ്റപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലും പരിശോധന നടത്തുന്നുണ്ട്. എന്തായാലും ശക്തമായ പരിശോധന, സംയുക്തമായൊരു പരിശോധന ഇന്നും തുടരും എന്ന് തന്നെയാണ് KP നമുക്ക് പറയാനുള്ളത്.